അമ്മയുടെ പ്രാർത്ഥന സംഗീതമായി നിറഞ്ഞ ജീവിതം, സംഗീതസാഗരത്തിൻ്റെ തീരത്ത് സാർത്ഥകമാകുന്ന സാധക പുണ്യം. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥിയായി എത്തുന്നത്. എനിക്ക് അദ്ദേഹം എൻ്റെ ഗുരുതുല്യനാണ്. ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ് സാറിനെ. വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. One day he will be the top ranking artist. അതെ, മലയാളികൾക്ക് മാത്രമല്ല രാജ്യത്തെ മുഴുവൻ സംഗീത പ്രേമികൾക്കും സുപരിചിതനായ സംഗീതജ്ഞൻ പണ്ഡിറ്റ് രമേഷ് നാരായണൻ. കൂത്തുപറമ്പിലാണ് ജനിച്ചതല്ലേ? അതെ അതെ. കൂത്തുപറമ്പിലെ രമേഷ് കുമാർ പണ്ഡിറ്റ് രമേഷ് നാരായണനായ കഥയാണ് നമുക്ക് സമാഗമത്തിലൂടെ അറിയേണ്ടത്. നടുക്കണ്ടി രമേഷ് കുമാറാണ്. കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് അമ്മയാണെന്നറിയാം, പല നിലയ്ക്കും. തീർച്ചയായിട്ടും അല്ലേ? സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും ശരി, കുട്ടിക്കാലത്ത് അമ്മയുടെ ഒരു ഓമനപുത്രൻ എന്നുള്ള രീതിയിലും എല്ലാ നിലക്കും അതെ 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 അമ്മ സംഗീതജ്ഞയായിരുന്നു അല്ലേ? ചെറുപ്പത്തിൽ അമ്മയുടെ അമ്മാവനാണ് അമ്മയെ പാട്ട് പഠിപ്പിക്കുന്നത്. അത് ചെറുപ്പത്തിൽ ഹാർമോണിയം വാങ്ങിച്ചു കൊടുത്ത് അമ്മാവൻ്റെ കൂടെയായിരുന്നു അമ്മ താമസിച്ചിരുന്നത്. പാട്ടിൽ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ സംസ്കൃത ശ്ലോകങ്ങളും പിന്നെ സംഗീതവും 7 വർഷത്തോളം അമ്മ പാടിക്കൊണ്ട് ഹാർമോണിയം വായിച്ചിട്ടാണ് അമ്മയുടെ ഗുരു കണ്ണൻ ഭാഗവതരെ പഠിപ്പിച്ചത്. പിന്നീട് അമ്മയുടെ ഭാഗവതരനെ നമ്മളെയും പഠിപ്പിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം കൂടെ അങ്ങനെ ഒരു ഭാഗ്യം പിന്നീടുണ്ടായി. ഒരു കട്ടയ്ക്കാണ് അമ്മ പാടിയിരുന്നത്. അമ്മയുടെ വോയിസ് ഷ്രിൽ വോയിസ്, എസ് ജാനകിയൊക്കെ പാടുന്ന ആ ഒരു ശബ്ദമായിരുന്നു അമ്മയുടേത്. അമ്മ രമേഷിനെ സംഗീതം പഠിപ്പിക്കുന്ന വിഷ്വൽസ് ഉണ്ട് ഇവിടെ നമുക്ക്. നിങ്ങൾ ഒരുമിച്ച് പാടുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. അത് നമുക്ക് ആദ്യം കണ്ടിട്ട് തുടങ്ങാം. ശരി, ഓക്കെ. മദനവിലാസത്തിലാടി സദയ കുതൂഹലത്തോ പോയിട്ട് 3 വർഷമായി. 3 വർഷം അതിന് മുമ്പുള്ളൊരു വിഷയമാണ്. കുറച്ച് മുന്നേ ഉള്ളത് പെട്ടെന്ന് നമ്മൾ പോയത് ആണല്ലേ? അപ്പോൾ കുട്ടിക്കാലത്ത് രമേഷ്ജി കർണാടക സംഗീതമാണ് കൂടുതൽ? അതെ, ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ പഠിച്ച. 5 മണിക്ക് അമ്മ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യിച്ച് നമ്മളെയൊക്കെ തട്ടി എഴുന്നേൽപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. പിന്നെ അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു. അമ്പലത്തിൽ പോലെ രാവിലെ, അത് കഴിഞ്ഞ് പ്രാക്ടീസ്, അത് കഴിഞ്ഞ് നിറച്ച് പശുക്കളായിരുന്നു. ആ പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക രാവിലെ, അതൊക്കെ നമ്മുടെ ജോലിയാണ് ആഫ്റ്റർ പ്രാക്ടീസിന് ശേഷം. അപ്പം ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഠിച്ചത് മുഴുവൻ അമ്മയുടെ അടുത്തുനിന്ന്, പിന്നെ അമ്മയുടെ ഗുരുവിൻ്റെ അടുത്തുനിന്ന് കീർത്തനങ്ങൾ. സംഗീതത്തിലുള്ള അമ്മയുടെ ഒരു ഇത് കണ്ടിട്ടാണ് അച്ഛൻ അമ്മയെ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം. അതെ 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 അമ്മ തന്നെ പറയില്ല. കാര്യം ഇവർ ഒരേ ഫാമിലിയാണ്. കണ്ണൂരും കൂത്തുപറമ്പും താമസിക്കുന്ന 2 ഫാമിലീസാണ്. അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് ആ വീട്ടിൽ പോകും. അപ്പോൾ അവരുമായിട്ട് വളരെ ബന്ധമാണ്. നല്ല അമ്മ. അപ്പോൾ അച്ഛനും സംഗീതത്തിൽ ഇതുണ്ടായിരുന്നു. അമ്മ ഈഗരനായിരുന്നു. അച്ഛന് 2 കൈ കൊണ്ടും ഹാർമോണിയം വായിച്ചിട്ടൊരു പാട്ടുണ്ട്. അതെനിക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. ആണല്ലേ? അപ്പോൾ അച്ഛൻ ഇത്രയും വലിയ ഒരു സംഗീതജ്ഞനായിരുന്നു, അമ്മയും സംഗീതജ്ഞയായിരുന്നു. അപ്പോൾ അച്ഛനെ കുറിച്ച് നമ്മുടെ പ്രശസ്തനായ സംവിധായകൻ ശ്രീ KP കുമാരൻ പറഞ്ഞ വാക്കുകൾ നമുക്കിവിടെ കാണാം. വീഡിയോ ക്ലിപ്പ് ഉണ്ട്. നമ്മുടെ അതെ, രമേഷ് നാരായണനെ ആയിട്ടുള്ള സംസാരിച്ച കൂട്ടത്തിൽ ഏതോ ഒരിക്കലും എനിക്ക് എൻ്റെ മനസ്സിൽ ഇന്നോ മങ്ങിക്കിടന്നൊരു ഓർമ്മ, വളരെ രസകരമായൊരു ഓർമ്മ തെളിഞ്ഞു വന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ 10 വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ട നാടകത്തിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ നാടകത്തിൻ്റെ ആദ്യ രംഗങ്ങളിൽ സ്റ്റേജിൽ ഹാർമോണിസ്റ്റായിട്ടൊരു നല്ല ശരീരമൊക്കെ ഒരു മനുഷ്യൻ ഹാർമോണിയം വായിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് സീൻസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം രംഗത്ത് നിന്ന് മാറുകയും ശ്രീകൃഷ്ണൻ്റെ രൂപത്തിൽ, മുതിർന്ന ശ്രീകൃഷ്ണനായിട്ട് ഈ മയിൽപ്പീലിയൊക്കെ വെച്ച് ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു നാരായണ മാസ്റ്ററാണ്. അതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് വലിയ രസം തോന്നി.
അപ്പോൾ ആ കുടുംബം എല്ലാവർക്കും അറിയാവുന്നൊരു കുടുംബമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. ഈ പിന്നീട് രമേശിനെ കണ്ടപ്പോൾ രമേശിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല നാട്ടിൽ നിന്ന്. ഇവിടുന്ന് കണ്ടപ്പോൾ എനിക്ക് വലിയ കൗതുകവും താല്പര്യം വരാൻ കാരണം തലമുറകളായിട്ട് കലോപാസന നടത്തിയിരുന്നൊരു കുടുംബത്തിലെ ഒരു പയ്യൻ ഇത്രയും പ്രഗത്ഭനായ ഒരു സംഗീതജ്ഞനായിട്ട് വരുന്ന അത് എൻ്റെ നാട്ടുകാരനാണെന്നുള്ള അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ താല്പര്യം തോന്നി. ഞാൻ രമേശിന് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ട്. ഞാൻ അതിനായിട്ട് ആശംസിക്കുന്നു. അത് കൊള്ളാം. ഈ ബാലഗോപാൽ ഇതുണ്ടല്ലോ, അത് അമ്മ പറയാറുണ്ട് എപ്പോഴും. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള നാടകമായിരുന്നു ആ സമയത്ത്.